ഈ റിയൽ ഇവന്റ് തന്നെ എന്തോരം മിസ്റ്റീരിയസ് ആണെന്ന് അറിയിക്കണം. കാരണം ഈ ആക്ടേഴ്സൊക്കെ പലരും ഈ റിയൽ ക്യാരക്ടേഴ്സിൻ്റെ ഒപ്പം സമയം ചെലവഴിച്ചു ഒരുപാട്. എന്നിട്ട് അവരെങ്ങനെ റിയാക്ട് ചെയ്തു നോക്കി മനസ്സിലാക്കി. അപ്പോൾ ഇവർ തലച്ചോറ് കൊണ്ട് ഉണ്ടാക്കിയ ക്യാരക്ടേഴ്സോ തലച്ചോറ് കൊണ്ട് ഉണ്ടാക്കിയ സാധനമൊന്നും അല്ലേ ഇത്. വളരെ നമുക്ക് എന്നിട്ടും ഈ സിനിമാറ്റിക് മാസ്റ്റർ പീസ് ആണെങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറ് കൊണ്ട് ഉണ്ടാക്കാവുന്ന സിനിമാറ്റിക് ക്രാഫ്റ്റിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന എന്തോ ഒരു മിസ്റ്റീരിയസ് എലമെൻറ്റ് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമ ഉണ്ടാവുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മറ്റേ. പിന്നെ ആ വീഴ്ചയൊക്കെ ഉണ്ടല്ലോ, ആ വീഴ്ച പറഞ്ഞില്ലേ, ഒരു ഷാമനിക് ആർക്ക് എന്ന് പറഞ്ഞു നമുക്കൊരു സാധനം നോക്കുകയാണെങ്കിൽ, ഒരു മനുഷ്യൻ ആദ്യം ഒരു സാധാരണ ജീവിതം നയിക്കുന്നു. എന്നിട്ട് അവൻ്റെ ഹാപ്പിനെസ്സിൻ്റെ ഒരു സാഡ്നെസ്സിൻ്റെ ഏതോ ഒരു ഇതിൻ്റെ പീക്കിലേക്ക് പോകുന്നു. അവിടെ നിന്ന് പെട്ടെന്ന് അവനൊരു പതനം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടാകുന്നു. ആ വീഴ്ചയിലൂടെ ആ വീഴ്ചയെ അതിജീവിക്കുന്നു. ഈ മറ്റേ മുറാക്കാമി കാഫ്ക ഓൺ ദ ഷോറിൽ അത് പറയുന്നുണ്ട്, ഒരു സ്റ്റോം നിങ്ങൾക്ക് ഭയങ്കര ഭയമുള്ളൊരു സാധനമായിരിക്കും. പക്ഷെ അയാൾ പറയുന്നുണ്ട്, ഹോൾഡ് ഓൺ, നിങ്ങൾ തന്നെയാണ് ആ സ്റ്റോം, നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ട്രാജഡി. നിങ്ങൾ അതിൻ്റെ അകത്തു കൂടെ പോവുക, ഏതോ ഒരു പോയിന്റിൽ നിങ്ങൾ പുറത്ത് വരും. അന്ന് നിങ്ങൾ അറിയില്ല ഞാനിത് എങ്ങനെ പുറത്ത് കിടന്നു, നിങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ട്രാജഡി എടുത്ത്, പക്ഷേ ഹോൾഡ് ഓൺ എന്ന് പറയുന്ന സാധനമുണ്ട്. നിങ്ങൾ പിടിച്ച് നിൽക്കും, നമുക്കിതിൻ്റെ പുറത്ത് കിടക്കാൻ കഴിയും. ആ ഹോപ്പിൽ പിടിച്ച് പുറത്ത് വരുന്ന ആളാണ് ഷാമൻ. ആ ഹോപ്പിൽ പിടിച്ചിട്ടാണ് ഇവനെ രക്ഷിച്ച എല്ലാ ആളുകളും അവനെ രക്ഷിച്ചതും അവൻ രക്ഷപ്പെട്ടു. ഈ മറ്റേ ഹ്യൂമൻ കറേജിൻ്റെ, ഹ്യൂമൻ എൻഡ്യൂറൻസിൻ്റെ, ഹ്യൂമൻ പെർസിസ്റ്റൻസ് അതിന് പറയുക. ഒരു എന്താ പറയുക, ഒരു ഇച്ഛാശക്തി എന്ന് പറയുന്നത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ, അവൻ്റെ സ്നേഹത്തിൻ്റെ, അതാണ് മറ്റേ അവൻ്റെ വിൽ ടു സർവൈവിൻ്റെ, അവൻ്റെ അതിജീവിക്കാനുള്ള അവൻ്റെ ഒരു ഇച്ഛാശക്തി ഉണ്ടല്ലോ. ഈ സാധനത്തിൻ്റെ പീക്കാണ് ഈ സിനിമ തരുന്നത്. അത് തന്നെയാണ് ഏത് മിത്തും അല്ലെങ്കിൽ ഏത് സീക്രട്ട് എക്സ്പീരിയൻസും തരുന്നതിൽ ഇങ്ങനൊരു ആസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് മറ്റേ പറശ്ശേക്കട മുത്തപ്പൻ നല്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വിദേശ മദ്യം നേദിക്കാതിരിക്കുക. എന്താ വെച്ചാൽ മുത്തപ്പന് സമയം കീപ്പ് ചെയ്യാനുണ്ട്. കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഈ സമയത്ത് നടക്കും, ബ്രാൻഡ് കുടിച്ചാൽ വെളിപാട് കിട്ടില്ല. ഇത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. കള്ള് കുടിച്ച് ആളുകൾ ഉറഞ്ഞതുള്ളും. ഇവിടെ മാത്രമല്ല, ഈ ജയമോഹൻ ജീവിക്കുന്ന തമിഴ്നാട്ടിൽ എന്താ കറുപ്പസ്വാമിയൊക്കെ കള്ളു കുടിച്ചിട്ട് തന്നെയാണ്. എന്താണ് തെറ്റ്? നിങ്ങൾ ജയമോഹനെ പോലുള്ളൊരു എഴുത്തുകാരൻ എന്തിനാണ് ഇങ്ങനെ ജഡ്ജ്മെൻറ്റിലാവേണ്ട ആവശ്യം? ചില സിനിമകൾ നമുക്ക് വർക്കാവും, ചില സിനിമകൾ വർക്കാവില്ല. അപ്പോൾ പക്ഷെ അതൊരു കുറച്ചുകൂടെ ഓപ്പണായിട്ട് കാണേണ്ട മനുഷ്യന്മാരല്ലേ ഇവരൊക്കെ. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള, അത്യാവശ്യം എഴുത്തും വായനയൊക്കെയുള്ള മനുഷ്യന്മാരല്ലേ. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ കൈൻഡ് ഹാർട്ടഡ് ആവാതെ ഇതിനൊരു ആസ്പെക്റ്റ് ഉണ്ട്. എവിടെയാണ് മറ്റേ നമ്മൾ കറുപ്പസ്വാമിക്ക് ചുരുട്ടും ചാരായാണ് നീതിക്കാൻ വെക്കുന്നത്. നമ്മുടെ കാരണവന്മാരും നമ്മുടെ ദൈവങ്ങൾക്കൊക്കെ നമ്മളിതാ ഇയാളെന്ന് മുതലാണ് കുലീനനായത്. ആൾക്കാർ കള്ളു കുടിച്ച് ബഹളം വയ്ക്കുക. അതന്നെ മലയപ്പൊതി പോയി നോക്ക്. ഇതന്നെ മലയപ്പതമിക്ക് നമ്മൾ കള്ളു കുടിക്കും, നമ്മൾ കോഴിയത്ത് വെച്ച് കൊടുക്കും, മലയപ്പതമിക്ക് കൊടുക്കും. അവിടെ നമുക്ക് വെളിപാട് കിട്ടും. എൻ്റെ കള്ളുകുടിയുടെ പീക്ക് തന്നെ ചിലപ്പോൾ എനിക്ക് വെളിപാട് കിട്ടും. ആ വെളിപാട് മോശമാണെന്ന് പറയണ്ട. അപ്പോൾ ഇത് എന്താ പറയുക, അതൊരു പ്യൂരിറ്റൻ ഐഡിയ എന്ന് വരുന്നത്. പക്ഷേ ഇത് നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ഇത് നമ്മുടെ മിത്തുകളുടെ ഭാഗമാണ്. നാർക്കോട്ടിക്സ് മിത്തുകളുടെ ഭാഗമാണ്. നമ്മുടെ റിലീജിയസ് എക്സ്പീരിയൻസിൻ്റെ ഭാഗം. ഇത് ഹാലൂസിനേഷൻ തന്നെയാണ് മതം. മാർക്സ് പറഞ്ഞ് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. പക്ഷെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല, മനുഷ്യനെ ഹാലൂസിനേറ്റ് ചെയ്യുന്ന സൈക്കഡിലിക്കാണ്. മിത്തിന് അതിനുള്ള പവറുണ്ട്. മനുഷ്യൻ്റെ റീസണിനെ ഇതിൻ്റെ മുകളിൽ കയറ്റി വെക്കേണ്ട ആവശ്യമില്ല. കാരണം മനുഷ്യൻ റീസണിങ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് എന്തൊക്കെയാണ്? വേൾഡ് വാർസ്. അതൊരിക്കലും മതത്തിൻ്റെ മണ്ടയ്ക്കുള്ളത്. അതൊക്കെ ഈ വെപ്പൺസ് കൂടി ടെക്നോളജി വന്നതുകൊണ്ട്, ബിസിനസ് കൂടിയത് കൊണ്ട്, മനുഷ്യൻ കച്ചവടക്കാരനായതുകൊണ്ട് മാത്രം, അവൻ യുക്തിപരമായിട്ട് ബിസിനസ് ആലോചിക്കുന്നതുകൊണ്ട് മാത്രം ഈ ലോകത്ത് എന്തോരം നഷ്ടം വന്നിരിക്കുന്നു. ഫിഡൽ കാസ്ട്രോ പറഞ്ഞു മറ്റേ ബൊളീവിയനെ മറ്റേ സഹായിക്കുന്ന സമയത്ത് അമേരിക്കയുടെ പറഞ്ഞു, എന്തിനാണ് അവർ ചെറിയ രാഷ്ട്രമല്ലേ, നിങ്ങൾ എന്തിനാണ് അവരെ സഹായിക്കുന്നത് വെച്ചപ്പോൾ, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, അതിൻ്റെ പേര് മനുഷ്യത്വം എന്നാണ് പറഞ്ഞു. അത് അമേരിക്കക്കാർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല പറഞ്ഞു കാസ്ട്രോ. ഏത് രാഷ്ട്രം എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷേ ലൈക്ക് ഹി വാസ് ബാക്കിംഗ് അപ്പ് സം അതർ കൺട്രി വിച്ച് അമേരിക്ക വാസ് ബാനിങ് ഓൺ. അപ്പോൾ നിങ്ങൾ എന്തിനാ, അവർ ചെറിയ രാഷ്ട്രമല്ലേ, നിങ്ങൾ എന്തിനാ അവരുടെ മുകളിൽ ഇത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ഇൻട്രസ്റ്റ് ആവും? അതൊരു കച്ചവടക്കാരൻ്റെ ഭാഷയാണ്. റീസണിങ്ങിന് എപ്പോഴും ഒരു കച്ചവടക്കാരനായിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. നമ്മൾ ആ ഒരു സോണിൽ നിന്നിട്ട് റിയാലിറ്റിനെ കാണേണ്ട കാര്യമില്ല. അങ്ങനെ റിയാലിറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന് വിലയിടും. കഴിക്കുന്ന ഫ്രൂട്ട്സ് വെറുതെ മരത്തിൽ കാച്ച് കൊഴിഞ്ഞു വീണ മറ്റേ ഫ്രൂട്ട്സ് നമ്മൾ വിലയിടും. ഇടുന്നുണ്ടല്ലോ, ശ്വസിക്കുന്ന കാറ്റിന് വിലയിടും. ഇപ്പോൾ ബാംഗ്ലൂർ പ്രാവശ്യം ഇപ്പോൾ വെള്ളത്തിന് വിലയാണ്, പൊന്നും വിലയാണ് വെള്ളത്തിന്. എല്ലാ മനുഷ്യനും അവൻ്റെ അർഹതയായിട്ടുള്ള കുടിവെള്ളത്തിന് നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതാണിത് ആണല്ലോ. അപ്പോൾ ഇത് മറ്റേ അതർവൈസ് എന്താ പറയുക, അങ്ങനെ ഒരു ട്രമൻഡസ് മൂടാണ് ഈ സാധനം. ഇങ്ങനെ കുറേ ഈ ആൽക്കഹോളിനും അല്ലെങ്കിൽ നാർക്കോട്ടിക് സബ്സ്റ്റൻസിനൊക്കെ ഈ സീക്രട്ട് എക്സ്പീരിയൻസിൽ
ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഹിസ്റ്റോറിക്കലി ട്രൂ ആണ്. അപ്പം വലിയ ആർട്ടുകൾക്കൊക്കെയും മറ്റേ സീക്രഡ്, ഇപ്പോൾ ഒപ്പിയം ഇൻഡ്യൂസ്ഡ് ആർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ശ്രേണി തന്നെയുണ്ട്. അതുപോലെ മറ്റേ സ്വാതി തിരുനാളിൻ്റെ കൊട്ടാരത്തിൽ കുതിരമാളികയിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു ഒരു എൻക്ലോഷർ ഉണ്ട്, അവരിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തിരുന്ന സ്ഥലം. കട്ടു ഇവിടെ അവിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറത്ത് ചുറ്റമ്പലത്തിൽ ചുമരിൽ കുറേ സ്ഥലങ്ങളിൽ ആളുകൾ ഇങ്ങനെ ചുരുണ്ട് മടങ്ങി ചെറിയൊരു പൈപ്പൊക്കെ വെച്ചിട്ട് അടുത്തിങ്ങനെ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ കിടക്കണ ശില്പങ്ങളുണ്ട്. ഒപ്പിയം ഡെന്നുകളാണ്. പണ്ട് ഒപ്പിയം ഭയങ്കര വലിയ പോപ്പുലർ ആയിട്ടുള്ള സാധനമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് തോക്ക് പിടിച്ച് നിൽക്കുന്ന ഒരു അറബിയുടെ ശില്പമുണ്ട്. ഒരു കള്ളിമുണ്ട കൊടുത്തൊരു തൊപ്പിയൊക്കെ ഇട്ട ആൾ തോക്ക് പിടിച്ച് നിൽക്കുന്ന ഒരാളുടെ ശില്പമുണ്ട് ഈ മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്ത്, ആ ചുറ്റമ്പലത്തിലാണ്. അപ്പോൾ ഇത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയും ഈ സമയത്തൊക്കെയും ഈ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രസാദ് വേറൊരു ഡിസ്കസ് ആട്ടെ, എന്താണ് ആ ചിത്രങ്ങൾ സിഗ്നിഫൈ ചെയ്യുന്നത് എന്നുള്ളത് രണ്ടാമത്തെ. പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒപ്പിയം ഉണ്ട്, ഒപ്പിയം ആർട്ടിൻ്റെ സിനാരിയോ ഉണ്ട്. എന്നിട്ട് ഈ കഥകളി കണ്ടുപിടിച്ച ഈ തിരുവിതാംകൂറിലെ രാജാവുണ്ടല്ലോ, അതിൽ അവിടെ ഈ കഥകളിയുടെ ലൈഫ് സൈസ് ഒക്കെ മോഡലൊക്കെ വെച്ചിട്ട് ആ മ്യൂസിയത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ കടൽ തീരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഒരു വൈകുന്നേരത്ത്, തിരമാലകളുടെ അപ്പുറത്തുനിന്ന് പതുക്കെ ഈ രൂപങ്ങൾ ഇത്രയും കളേഴ്സിലിട്ട സൺസെറ്റ് സമയത്ത് ഈ രൂപങ്ങൾ ഇങ്ങനെ കയറി വരുന്നത് ഇയാൾ കണ്ടുവന്നു. അങ്ങനെയാണ് ഇയാൾ കഥകളിയുടെ വേഷത്തിന് രൂപം കൊടുത്തതെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഈ തിരനോട്ടം കഥകളി തുടങ്ങുമ്പോൾ തന്നെ. എന്നിട്ട് ഈ അരയ്ക്ക് മുകളിലുള്ള ഭാഗം ഇയാൾ കണ്ടുള്ളൂ. അതുകൊണ്ട് അരയ്ക്ക് താഴെ വെള്ളത്തിലാണ്, തിരയില. അതുകൊണ്ടാണ് താഴെ ഫുൾ വൈറ്റ്, വേറെ കളേഴ്സൊന്നും ഇല്ലാത്ത കഥകളിയിൽ. ഇങ്ങനെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുള്ള സാധനമാണ്. ഞാൻ പറയുന്നതിലേക്ക് ഇപ്പം നാർക്കോട്ടിക്സ് എന്ന് പറയുന്നത് ഭയങ്കര ജഡ്ജ്മെൻ്റലായിട്ട് പറയേണ്ട ഒരു സാധനമല്ല. ഇതൊരു മനുഷ്യൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അവൻ്റെ ഉന്മാദങ്ങളൊക്കെ, അത് ഭക്തിയാവാം, അത് ആൽക്കഹോൾ ആവാം, അത് ചായയാവാം, അത് രാഷ്ട്രീയമാവാം, ഐഡിയോളജി ആവാം. ഇതെല്ലാം അവൻ്റെ ഉന്മാദത്തിൻ്റെ പ്രൊഡക്റ്റുകളാണ്, ഇല്ലെങ്കിൽ ആ ഉന്മാദത്തിൻ്റെ കണക്ഷൻ പോയിന്റുകളാണ്. അപ്പോൾ ഈ ജയമോഹൻ ഇങ്ങനെ ഇതൊരു തെമ്മാടിപ്പഴം അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. അത്രയ്ക്ക് ജഡ്ജ്മെൻ്റലായിട്ട് ഇവർക്ക് അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് കുറച്ച് പ്രായം കഴിയുമ്പോൾ പൊതുവെ ഉള്ളൊരു ട്രെൻഡാണ്. ഇപ്പോൾ NS മാധവൻ്റെ ഹിഗ്വിറ്റ എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങിയപ്പോൾ മൂപ്പര് പറഞ്ഞ് ഈ ഹിഗ്വിറ്റേൻ്റെ പേര് ഉപയോഗിക്കരുത്, അതെൻ്റെ കഥയാണ്, ആ കഥേൻ്റെ പേര് ഹിഗ്വിറ്റയാണ്, അതുകൊണ്ടാണ് ഇത് ഫേമസ് ആയത്. അപ്പോൾ പിന്നെ ഈ പേര് ഉപയോഗിക്കേണ്ട, എനിക്ക് ഇതേ പേരിൽ സിനിമ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അപ്പോൾ ഇതെനിക്ക് അവകാശപ്പെട്ടതാണ്. പക്ഷേ ഇയാളെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഈ മറ്റേ ഈ കഥ കേട്ടോ. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഹിഗ്വിറ്റ എന്നുള്ള പേര് ഇയാൾ കണ്ടുപിടിച്ചാലല്ലോ. ഹിഗ്വിറ്റ എന്ന് പറഞ്ഞൊരു ഫുട്ബോൾ കളിക്കാരൻ ആ പേരിനെ എന്താ പറയുക ഗ്ലോറിയസ് ആക്കിയപ്പോൾ ആ പേര് ഇയാൾ അവിടെ നിന്ന് കണ്ടുപിടുത്തതല്ലേ. അപ്പോൾ ഇതിൻ്റെ പിതാവ് ഞാനാണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹിഗ്വിറ്റേൻ്റെ പിതാവ് ശരിക്കും ഫുട്ബോളല്ലേ, ഫുട്ബോൾ കാരണമല്ലേ ഹിഗ്വിറ്റൻ്റെ പേര് തന്നെ, ഹിഗ്വിറ്റ എന്നുള്ള പേര് തന്നെ ഗ്ലോറിഫൈഡ് ആയത്. അപ്പോൾ ഫുട്ബോൾ ക്ലെയിം ചെയ്തു. ഫുട്ബോൾ വന്നിട്ട് NS മാധവൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇത് ഹിഗ്വിറ്റ എന്നുള്ള പേര് നീ നിൻ്റെ സിനിമയ്ക്ക് ഇടണ്ട, കഥയ്ക്ക് ഇടണ്ട, ഈ ഫുട്ബോളിൻ്റെ ഫെയിമാണ് യൂസ് ചെയ്യുന്നത്. അത് കേട്ടോ, ഇത് റാഷണലായിട്ട് ആലോചിച്ച് എഴുതുന്ന ആൾക്കാർക്ക് വരുന്നൊരു പ്രശ്നമാണ്. ജയമോഹനും NS മാധവനും ഒക്കെ തലച്ചോറ് കൊണ്ട് എഴുതുന്ന ആളുകളാണ്. ഭയങ്കര എന്താ പറയുക ക്ലാരിറ്റിയുള്ള റൈറ്റിംഗാണ് അവരുടെ. അപ്പം അതുകൊണ്ടായിരിക്കും മനസ്സിലാവാത്തത്. പക്ഷേ അത് നമ്മൾ മൈൻഡാക്കണ്ട, അത്ര എനിക്ക് പറയാനുള്ളൂ. മറ്റേ ഇത് നമുക്ക് റിലേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നമുക്ക് നോക്കുന്നുണ്ട്. മൂപ്പർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞു, ശരി ഇഷ്ടപ്പെട്ടില്ല. മൂപ്പര് തെമ്മാടി. ഇപ്പം നമ്മളിപ്പോൾ നമ്മുടെ ചെറിയച്ഛനോ നമ്മുടെ ഗ്രാൻഡ് ഫാദറോ തെമ്മാടി എന്ന് വിളിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ചെറുപ്പക്കാരനാവുന്നത്? അവരുടെ വായിൽ തെമ്മാടി എന്നുള്ള വിളി കേൾക്കുമ്പോഴാണല്ലോ നമ്മൾ റാഡിക്കലായി എന്നുള്ളതിന് നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പോൾ അതുപോലെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് തന്നെ ഇത് ഏതൊരു തരത്തിൽ വേറൊരു തരത്തിൽ അത് വേറൊരു ജനറേഷൻ്റെ ആണ് എന്നുള്ളൊരു സാധനമല്ലേ. നമുക്ക് ചിലപ്പോൾ നമ്മൾ ബിലോങ് ചെയ്യുന്ന ജനറേഷൻ ആയിരിക്കും അത്, അതുകൊണ്ടായിരിക്കും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതൊരു 10 വർഷം കഴിഞ്ഞുള്ള പിള്ളേർക്ക് പക്ഷേ ഇല്ല കേട്ടോ. എൻ്റെ കസിൻ്റെ മകനൊക്കെ ഉണ്ട്, അവനിപ്പോൾ 7 ഒക്കെ പിടിക്കണം. അവനൊക്കെ നന്നായിട്ട് കണക്ട് ആയിട്ടുണ്ട്. അവനൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. അതായത് എല്ലാ മനുഷ്യനും മറ്റേ ഈ ജനറേഷൻസിനെയൊക്കെ അതീതമായിട്ട് എല്ലാ മനുഷ്യന്മാർക്കും ഒരു ഹ്യൂമൻനെസ് ഉണ്ടല്ലോ. നമ്മുടെ ഭയങ്ങളും നമ്മുടെ വിശപ്പ് നമ്മുടെ സങ്കടം ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഏകദേശം ഒരേ സ്പെക്ട്രത്തിൽ കിടക്കുന്ന സാധനം. ഇൻറ്റൻസിറ്റി കൂടി കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലാം ഇല്ലേ മറ്റേ എടശ്ശേരി പറഞ്ഞ മാതിരി മറ്റേ കുട്ടികളെ മാറുന്നുള്ളൂ, കുട്ടിക്കാലം മാറുന്നില്ല. അതുപോലെ പള്ളിക്കൂടത്തിലേക്ക് വീണ്ടെന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. അപ്പോൾ ഇയാളിങ്ങനെ ഇയാളുടെ മക്കൾ സ്കൂളിൽ പോകണമെന്ന് നോക്കുമ്പോൾ ഇയാളുടെ ചേച്ചിൻ്റെ കൈ പിടിച്ച് സ്കൂളിൽ പോയത് ഇയാൾ ആലോചിക്കുക. എന്നിട്ട് അയാളെ എൻ്റെ എങ്കിൽ പറയുന്നില്ല, കുട്ടികൾ നമുക്ക് കുട്ടിക്കാലത്ത് നഷ്ടപ്പെട്ടു, പക്ഷെ കുട്ടിക്കാലം ഇപ്പോഴും ഉണ്ട്, അത് കുട്ടികൾക്കുണ്ട്, നമുക്കാണത് നഷ്ടപ്പെട്ടത് പറയുക. ഒരു ജനറേഷനെ നമുക്ക് നഷ്ടപ്പെടുകയായിരിക്കും.
പിന്നെ അതിനകത്ത് വേറൊരു ടൈലൻ്റ് ഒരു സാധനം എനിക്ക് കിട്ടിയത് മറ്റേ അത് നമ്മുടെ ഒരു എൻ്റെ വൈഫിൻ്റെ റിലേറ്റീവാണ് അതിൻ്റെ സബ് ടൈറ്റിൽ ചെയ്യുന്നത്. സുഭാഷ് എന്ന് പറഞ്ഞിട്ട് അവർ ബാംഗ്ലൂർ താമസിക്കുന്നത്, അവരാണ് സബ് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ. അപ്പോൾ മൂപ്പരെ കണ്ടപ്പോൾ ഞാൻ ഈ മൊമെൻ്റ് എന്നെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തിട്ടുള്ളൊരു സാധനം. അപ്പോൾ ഇവൻ ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇവനെ സുഭാഷിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. പക്ഷേ സുഭാഷ് ഇവനെ കണ്ടിട്ടില്ല, ഇവൻ സുഭാഷിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല. ആ ഒരു ഷോട്ടിനകത്ത് ഇവൻ എന്തൊക്കെയോ പിച്ച് മെയിൻ പറയുന്നുണ്ട് ഈ സുഭാഷിൻ്റെ ക്യാരക്ടർ. അപ്പോൾ പിച്ച് മെയിൻ പറഞ്ഞ സമയത്ത് ഇത് സബ് ടൈറ്റിൽ കിടക്കുന്നുണ്ട് അവിടെ. കാരണം എന്തൊരു ടെക്നിക്കൽ ഇത് പിന്നീട് മ്യൂട്ടാക്കി പോയ ഭാഗങ്ങളാണ്. ആ ഏരിയയിൽ ഇത് വേണ്ടെന്ന് പറഞ്ഞ് മ്യൂട്ടാക്കി പോയിരുന്നു, അല്ലെങ്കിൽ അത് കുറച്ചു അതിൻ്റെ സ്കെയിൽ കുറച്ചു. പക്ഷേ സബ് ടൈറ്റിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കുറച്ച് സാധനങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവൻ അവിടെ ഇരുന്നിട്ട് വേറെ ആരോടെ സംസാരിക്കുകയാണ്. ഇവിടെ നമുക്ക് ചിലർക്ക് പണിയുണ്ട്, ചിലർക്ക് പണിയൊന്നുമില്ല. പിന്നെ അതായത് മഞ്ജുമൽ ബോസിന് പരിചയമില്ലാത്ത ആരോടോ ഇവരെ പരിചയപ്പെടുത്തുന്നില്ല. ചിലർക്ക് പണിയുണ്ട്, ചിലർക്ക് പണിയൊന്നുമില്ല. നമുക്കിങ്ങനെ കബഡി കളിക്കണം, മറ്റേ വടം വലിക്കണം, ഒരു കപ്പടിക്കണം, ഒരു ട്രിപ്പ് പോകണം എന്നൊക്കെയാണ് നമ്മുടെ ആഗ്രഹം. ഇതൊക്കെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് ആഗ്രഹങ്ങൾ എന്നൊക്കെ ഈ കൺവെർസേഷനായിട്ട് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ എനിക്ക് പിന്നെയും ക്യൂരിയോസിറ്റി ആയി, ഒരു പക്ഷേ എന്താണ് സുഭാഷ് ഇപ്പോൾ നമ്മുടെ സിനിമ ഗുഹയ്ക്ക് പുറത്താണ്, ഗുഹയ്ക്കകത്ത് സിനിമ കടക്കുന്നത് മറ്റേ ഷൗബിനിലൂടെ മാത്രമാണ്, കുട്ടേട്ടനിലൂടെ മാത്രമാണ്. അപ്പോഴും മറ്റേ നമ്മൾ ഈ വെളിച്ചത്തിൻ്റെ ഇപ്പുറത്താണ്, മറ്റേ ഈ സുഭാഷ് കണ്ട വെളിച്ചത്തിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ടാണ് നമ്മൾ സിനിമ കാണുന്നത്, അല്ലെങ്കിൽ ആ വെളിച്ചത്തിൻ്റെ പുറത്ത് നിന്നിട്ട്. സുഭാഷ് ഇപ്പോഴും സുഭാഷ് ആ കുഴിയിൽ വീണ് ഈ 4 മണിക്കൂർ നേരം അയാൾ എന്തിലൂടെ കടന്നുപോയി എന്നുള്ളത് വളരെ നിഗൂഢമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്കറിയാൻ ഒരുപാട് കൗതുകമുള്ളൊരു കാര്യമാണ്. ലൈക്ക് ദാറ്റ് ഈസ് സംതിങ്. അയാൾ 3.5 വർഷത്തോളം ഉറക്കമില്ലാത്തവനാക്കി മാറ്റിയ ഒരു 4 മണിക്കൂറാണ്. അയാൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പല ഇൻ്റർവ്യൂവിലും പല രീതിയിലാണ് കാര്യം പ്രസൻറ്റ് ചെയ്യുക. ഇവരുടെ മൈൻഡ് ഇപ്പം നെറ്റ്വർക്ക് ഉള്ളത് വേറെന്തോ തരത്തിലാണ് തോന്നുന്നു നമുക്ക്. ഞാൻ ഇങ്ങനെ പഴയയിലൊക്കെ ചില സിദ്ധന്മാരെ കണ്ടിട്ടുണ്ട്, ആ ഒരു ചാമിങ് എനർജി ഉള്ള. അപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമുണ്ട് എന്താണ് ഇവിടെ സിനിമ. അത് ഭയങ്കര അതാണ് സിനിമാതാവിൻ്റെ കൈയൊതുക്കം പറയുന്നത്. ഈവൻ അതിൻ്റെ മെമ്മറീൻ്റെ കുറേ റെഫറൻസ് ഒക്കെ ഉണ്ട്. അവൻ്റെ കുട്ടിക്കാലം കണ്ടു, ഇത് കണ്ടു എന്ന് പറയുമ്പോഴും ലൈക്ക് ഐ എം സ്റ്റിൽ ക്യൂരിയസ്, ദർ ഈസ് സംതിങ് മോർ. അവരൊന്നും പറഞ്ഞില്ല, ഭയങ്കര അണ്ടർപ്ലേഡാണ്. ഈ ഗുഹേൻ്റെ അകത്തുള്ളവരും ഭയങ്കര അണ്ടർപ്ലേഡ്. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ഇതിപ്പോൾ അതാണ് എന്നെ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാക്കുന്നത്. അവിടെ നമ്മൾ പടം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ തിരുവണ്ണാമലയ്ക്ക് പോകണമെന്നൊക്കെ തോന്നുന്നു, മൈൻഡിന് സോർട്ട് ഔട്ട് ചെയ്യണമെന്നൊക്കെ തോന്നുന്നു. അങ്ങനെ ഒരു സാധനമുണ്ട്. ഇത് അതിന് സിമിലർ ആയിട്ട് എനിക്ക് തോന്നാൻ കാരണം ഈ മുറാക്കാമിയുടെ ഞാൻ പറഞ്ഞില്ല മറ്റേ കുട്ടിയിടത്തിലും കാഫ്ക ഓൺ ദ ഷോറിൻ്റെ റെഫറൻസ് ഉണ്ട്. അതുപോലെ ഈ ലോകമഹായുദ്ധം നടക്കുന്ന സമയത്ത് ഒരു സ്കൂളിൽ കുട്ടികളിങ്ങനെ ഉച്ചയ്ക്ക് കൂണ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് പെട്ടെന്ന് എല്ലാവരും കൂടെ ബോധം കിട്ടു വീഴും. അതിൽ എല്ലാവർക്കും ബോധം വരും, കുറച്ച് കഴിഞ്ഞ് ഒരുത്തിന് മാത്രം ബോധം വരില്ല. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് പിന്നെ അവന് ബോധം വരും. പക്ഷെ അവന് ബോധം വരുന്ന സമയത്ത് അവൻ എന്തോ ഒരു കുറവ്, അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു വാക്കുവോ എന്നിട്ട് അവരെന്തോ ശരിയാക്കാൻ വേണ്ടി എടുക്കാം. പിന്നെ അവന് പൂച്ചകളോട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ മനുഷ്യന്മാരുടെ നിന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗം പറഞ്ഞാൽ ജപ്പാനിൽ പൂച്ച ഭയങ്കര മറ്റേ വാല്യൂഡ് പെറ്റാണ്. അതിന് ഭയങ്കര ഒരു ഗോൾഡ് ഫിഷിൻ്റെയൊക്കെ പോലെയാണ്. മറ്റേ ഇറാനിൽ ഒരു സിംബോളിക് സാധനമൊക്കെ ഉണ്ട് മറ്റേ. അപ്പോൾ ഈ പൂച്ചകൾ ഭയങ്കര കാര്യമാണ് ജപ്പാൻകാർക്ക്. ഇപ്പോൾ കുറസോൻ്റെ സിനിമകളിലോ അല്ലെങ്കിൽ നിയാസാക്കിൻ്റെ കിക്കി ഡെലിവറി സർവീസൊക്കെ കണ്ടിട്ടില്ലേ, പൂച്ചകളൊക്കെ ധാരാളം. അപ്പോൾ അങ്ങനെ മറ്റേ ഇയാൾ പൂച്ചകളുടെ അടുത്ത് സംസാരിച്ചിട്ട് ഈ വഴിതെറ്റിയിട്ട് പോയ പൂച്ചകൾ, വീട്ടുകാർ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ പൂച്ചകളുണ്ട്. അപ്പോൾ ഈ പൂച്ചകളോട് ഇയാൾ സംസാരിച്ചിട്ട് ഈ പൂച്ചകളെ വീട്ടിൽ കൊണ്ടുവരും. വഴിതെറ്റിയിട്ട് പോകണമെന്നായിരിക്കില്ല, ചിലപ്പോൾ പൂച്ച മനഃപൂർവ്വം അവരെ ഉപേക്ഷിച്ചൊക്കെ വന്നായിരിക്കും. ഇയാൾ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് പൂച്ചയെ തിരിച്ചു കൊണ്ടുകൊടുക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യായിരിക്കും. അപ്പോൾ അങ്ങനെ ഉള്ള നക്കാട്ടം എന്ന് പറഞ്ഞ ക്യാരക്ടറുണ്ട്, പകുതി ഫ്ലിപ്പായിട്ടുള്ള. അങ്ങനത്തെ ഒരു റെഫറൻസ് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചത്, എന്താണ് സുഭാഷ് എന്തിലൂടെയാണ് കടന്നുപോയത്. എൻ്റെ മൂപ്പർ പറഞ്ഞു ഇതിന് മുമ്പും മറ്റേ ഈ പടത്തിൻ്റെ റെഫറൻസിന് വേണ്ടിയിട്ട് കുറേ ഇവരുടെയൊക്കെ റിയൽ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു സബ് ടൈറ്റിൽ ചെയ്യാൻ. അപ്പോൾ ഞാൻ ചോദിച്ചില്ല, പക്ഷേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതൊക്കെ കാണാൻ കഴിയുമോ നമുക്ക്. കാരണം ഇയാൾക്ക് പറയാനുള്ളത് ഇയാൾ പലയിടത്ത് പറഞ്ഞൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്തുനിന്നുള്ള വേറെ എന്തോ ഒരു ചിലപ്പോൾ മനഃപൂർവ്വം പറയാതിരിക്കുന്നോ നമുക്കതിനെ കേട്ട് മനസ്സിലാക്കാനും പറ്റുന്നുണ്ടാവില്ലേ. അതുപോലെ മറ്റേ ആ പടത്തിൻ്റെ എൻഡിങ്ങിൽ ചോദിക്കില്ലേ മറ്റേ എന്താണ് ഗുഹയെന്ന് പുറത്തെടുത്തപ്പോഴുള്ള അഭിപ്രായം ചെയ്യുന്നത്, ഞാൻ വീട്ടിൽ പോട്ടെ എന്ന് പറയുന്ന സാധനമില്ല. നിശ്ചയത്തിൽ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലൊരു മൊമെൻറ്റിലൂടെ കടന്നു പോകാൻ കഴിയുമായിരിക്കും. അപ്പം നമുക്ക് ചിലപ്പോൾ ഇതായിരിക്കില്ലേ ചിലപ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുമായിരിക്കും. അല്ലാണ്ട് ചിലപ്പോൾ നമുക്ക് ഇതൊരാളടുത്ത് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ട്രൂത്തൊന്നും ആയിരിക്കില്ല. ഇത് നമുക്ക് എനിക്കനുഭവം ഉണ്ടെങ്കിൽ നിനക്കനുഭവം ഉണ്ടെങ്കിൽ പരസ്പരം അറിയുന്ന ഒരു രഹസ്യമായിട്ട് ഒരിക്കലും പുറത്ത് സംസാരിക്കപ്പെടാത്ത ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഇത് ഗോപനം ചെയ്യപ്പെട്ടിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ക്രക്സ്.